ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് ഞാൻ പറയുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലം. 2026 മാർച്ച് മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂർ നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള കലഹ സാധ്യത, അങ്ങനെയുള്ള ചെറിയ ഒരു പൊരുത്തക്കുറവിനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ഒഫീഷ്യലി നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ പെൻഡിങ് ആയിട്ട് അങ്ങനെയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റിയ ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് സരസ്വതി ദേവി കടാക്ഷം, ഹനുമാൻ സ്വാമി അനുഗ്രഹം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ എക്സാം കാര്യങ്ങൾക്കെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വരുന്ന വാരം വളരെ നല്ലതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ചൊവ്വാഴ്ച വരെ കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷന് ഈ ഒരു വാരം നിങ്ങൾക്ക് തീരുമാനങ്ങൾ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയ ഉചിതമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കൂടുതൽ അലച്ചിൽ, ഔദ്യോഗികപരമായിട്ടുള്ള അലച്ചിൽ കൂടി നിൽക്കാനുള്ള സാധ്യത, ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈര്യം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ഒഫീഷ്യലി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ വരുന്ന വാരം കാണിക്കുന്നുണ്ട്. അങ്ങനെ ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻസ് കൂടി നിൽക്കാനും അങ്ങനെ കാര്യങ്ങൾ നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും വരുന്ന വാരം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ വിഘ്നേശ്വര മന്ത്രം കൂടി ജപിക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് തന്നെ കൂടുതൽ ഫോക്കസിങ് ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെയുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാനും സാധിക്കുന്നത് തന്നെയാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ പ്രത്യേകം ഒഫീഷ്യലി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന വാരം അത്ര അനുകൂലമാവില്ല. ചെറിയ തടസ്സങ്ങൾക്കുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പിതൃ സംബന്ധമായിട്ടുള്ള കടാക്ഷം ആർജിച്ചെടുക്കേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. വീട് പണിയുന്നവർക്ക് അങ്ങനെയുള്ള തീരുമാനങ്ങളിലുള്ള പാളിച്ചകൾ, ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതകളൊക്കെ വീട് പണിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുടുംബ സംബന്ധമായി അങ്ങനെയുള്ള ചെറിയ ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന വാരം വളരെ അനുകൂലമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുണ്ട്. പ്രത്യേകിച്ച് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈര്യം പകുതി,
തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യത, ഉടലെടുക്കാനുള്ള സാധ്യതകൾ വരുന്ന വാരം കാണിക്കുന്നതാണ്. സംസാര നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ വരുന്ന വാരം കാണിക്കുന്നതാണ്. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിൽ മടി, അലസത കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് തന്നെ മുൻപോട്ട് പോവുക. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം, സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവം വളരെ അത്യാവശ്യമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സം കൂടി നിൽക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. ഭദ്രകാളി മന്ത്രം ജപിക്കുക. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ചൊവ്വ സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് വരുന്ന വാരം ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വരുന്ന വാരം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതും, അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ, അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്കെല്ലാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരം തന്നെയാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വീട് പണിയുമായി ബന്ധപ്പെട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ട് തന്നെയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സം കൂടി നിൽക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. സംസാരത്തിലുള്ള മിതത്വക്കുറവ് കൊണ്ട് തന്നെ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തിൽ തന്നെ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഭാഗ്യപരമായിട്ടുള്ള തടസ്സം, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട്, ആ ഒരു ക്ലേശത്തിനുള്ള സാധ്യതകൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. ഹനുമാൻ ചാലിസ ജപിക്കുക, വിഷ്ണു സഹസ്രനാമവും അതുപോലെ തന്നെ ചൊവ്വ മന്ത്രവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ചൊവ്വ മന്ത്രം ധരണി ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം മംഗള പ്രണമാമ്യഹം. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ജപിക്കുക. സനൽകുമാരായ വിദ്മഹേ ഷഠാനനായ ധീമഹി തന്ന സ്കന്ദ പ്രചോദയാത്. അപ്പം സുബ്രഹ്മണ്യ സ്വാമിയും ചൊവ്വ മന്ത്രവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വാരം ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വീട് പണിയുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പറ്റിയ വാരം. ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പക്ഷെ കുടുംബത്ത് ചെറിയ തോതിലുള്ള വാക്ക് തർക്കങ്ങൾ, ദമ്പതികൾക്കിടയിലുള്ള സൗന്ദര്യ കലഹത്തിനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് സോൾവ് ചെയ്ത് മുൻപോട്ട് പോകുക. അതുപോലെ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ മാതാവിന് ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സം, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, തലയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം വരുന്ന വാരം പരമാവധി നിയന്ത്രിക്കുക. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും, അതുപോലെ തന്നെ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ടാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരം.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള വാരമാണ്. പിതൃ സംബന്ധമായിട്ടുള്ള കടാക്ഷം ആർജിച്ചെടുത്ത് മുൻപോട്ട് പോവുക. പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ പിതൃപൂജ നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പ്ലാനിങ് ഉള്ളവർക്ക്, അതായത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പിതൃപൂജ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല സക്സസ്ഫുൾ ആകുന്ന നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ വിവാഹം ആലോചിക്കുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. ആരോഗ്യപരമായി ശ്രദ്ധിക്കുക. ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ടെൻഷൻസ്, അമിതമായി ചിന്തിച്ച് അത് നിമിത്തമുള്ള ആരോഗ്യ ക്ലേശങ്ങൾ, തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ ഔദ്യോഗികപരമായി വളരെ അനുകൂല സ്ഥാനത്ത് തന്നെയാണ് ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം ചൊവ്വാഴ്ച വരെ കാണിക്കുന്നതാണ്. വിഘ്നേശ്വര പ്രീതി വേണം. ഗ്രാമദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പിതൃസംബന്ധമായിട്ട് വളരെ പ്രീതി നേടി മുൻപോട്ട് പോകേണ്ട ഒരു വാരം ആയിട്ട് തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്കും ചൊവ്വാഴ്ച വരെ തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. വിവാഹപരമായി അനുകൂലമായിട്ടുള്ള വാരം തന്നെയാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് എക്സ്പാൻഷനും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും പറ്റിയ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ്. നല്ല രീതിയിലുള്ള ഡിസിഷൻസ്, നല്ല രീതിയിൽ പ്ലാനിങ്ങോട് കൂടി തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത, അതായത് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അങ്ങനെ ഉണ്ടാകുന്ന നല്ലൊരു വാരം. ചൊവ്വാഴ്ച വരെ ചെറിയ തടസ്സം കാണിക്കുന്നുണ്ട് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക്. അതിനുശേഷം വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ഔദ്യോഗികപരമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗണപതി ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ചെറിയ തടസ്സങ്ങൾ ഔദ്യോഗികപരമായി കാണിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചു മുൻപോട്ട് പോവുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരം തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ കന്നിക്കൂർ നക്ഷത്രക്കാര് വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു വാരമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന വാരം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം, അതുപോലെ തന്നെ പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു മുൻപോട്ട് പോവുക. ഔദ്യോഗികപരമായി തുലാക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരം. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ലൊരു വാരം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ല ഒരു വാരമാണ്. ആരോഗ്യപരമായും വളരെ തൃപ്തികരമായിട്ടുള്ള വാരം തന്നെയാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, അതുപോലെ നടുവിന് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അലർജി റിലേറ്റഡ് കാര്യങ്ങൾ, അങ്ങനെയുള്ള
ആരോഗ്യ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ ഈ ഒരു വാരം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഹനുമാൻ ചാലീസ ജപിക്കുക, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ അസാധ്യ സാധക മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അസാധ്യ സാധക സ്വാമിൻ അസാധ്യം തവ കിംവദ രാമദൂത കൃപാ സിന്ധു മത്കാര്യം സാധേ പ്രഭു. വൃശ്ചികക്കൂർ നക്ഷത്രക്കാര് അസാധ്യ സാധക മന്ത്രം ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. പക്ഷെ ചെറിയ തടസ്സങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഹനുമാൻ ചാലിസ ജപിക്കുന്നതും അസാധ്യ സാധക മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂല സ്ഥാനത്ത് തന്നെയാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ലൊരു വാരം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുന്നവർക്കും നല്ല തീരുമാനങ്ങൾ ഉണ്ടാവും. വിവാഹപരമായി വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. ശത്രുസ്ഥാനം ഈ ഒരു വാരം ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊന്നും അങ്ങനെ ഏൽക്കുന്നതല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നല്ല തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാനും വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം വരുന്ന ബുധനാഴ്ച വരെ കാണിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തീരുമാനങ്ങളിലുള്ള പാളിച്ചകൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യലി അങ്ങനെയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. ബിസിനസ് എക്സ്പാൻഷൻ, കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാനും കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും പറ്റിയ നല്ലൊരു വാരം. പക്ഷെ ഫിനാൻഷ്യലി ഇൻവെസ്റ്റ്മെന്റ്സിന് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമാവില്ല. വാഹനം എടുക്കാനും ഈ ഒരു വാരം അത്ര അനുകൂലമല്ല. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള കലഹം, വാക്കുതർക്കങ്ങൾക്കുള്ള സാധ്യതകൾ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. വിവാഹപരമായി ഉചിതമായ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ശത്രുപരമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരം നല്ല രീതിയിൽ നിയന്ത്രിക്കുക, മിതത്വഭാവത്തിൽ മുൻപോട്ട് പോവുക. സംസാരത്തിലുള്ള പാളിച്ചകൾ നിമിത്തമുള്ള ശത്രുസ്ഥാനം ഈ വരുന്ന വാരം കാണിക്കുന്നുണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ് വരാൻ പോകുന്നത്. കൂടുതലായിട്ടുള്ള ചിലവ്, പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അലസത കൂടി നിൽക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, അതുപോലെ ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കയിൽ കാഞ്ചനോടക്കുഴലും അധപിടിച്ചൂതി മന്ദഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേ. ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. വിദ്യാർത്ഥികൾ, മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ വിദ്യാർത്ഥികൾ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ വാരം വളരെ അനുകൂലമാണ്. കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരത്തിൽ മിതത്വഭാവം വേണം. പുതിയതായിട്ട് അങ്ങനെ ജോലിയിൽ പുതിയ സെക്ടറുകളിലേക്ക് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങൾക്ക് കൊടുത്തവർക്ക് ഈ ഒരു വാരം അനുകൂലമായിരിക്കും. അതുപോലെ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങൾക്ക് കൊടുത്തവർക്കും ഈ വാരം വളരെ അനുകൂലമായിട്ട് തന്നെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. മാർക്കറ്റിംഗ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വാരം ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അസാധ്യ സാധക മന്ത്രം ജപിച്ച് മുൻപോട്ട് പോവുക. തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഓർഡർ ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതുമാണ്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം,
പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ കാണിക്കുന്നുണ്ട്. തലയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത, അതുപോലെ അലർജി, പനി, ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശം, കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥത, അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. നിങ്ങൾ അങ്ങനെ പെൻഡിങ് വർക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു തീർക്കാനുള്ള ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ കൺവിൻസ് ചെയ്ത് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന നല്ലൊരു വാരം. മാർക്കറ്റിംഗ് മേഖലകളിൽ, അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലകളിൽ, IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വാരം വളരെ വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും ഈ ഒരു വാരം വളരെ അനുകൂലമാകും. വിദ്യാർത്ഥികൾക്ക്, ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഈ വാരം ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകും. തീരുമാനങ്ങൾ എടുക്കാനും വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്കും നല്ല ദൈവാധീനമുള്ള വാരമാകും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരം. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനം ഉണ്ടാവും. കുടുംബത്ത് ചെറിയ അസ്വസ്ഥത, ദമ്പതികൾക്കിടയിലുള്ള ചെറിയ കലഹ സാധ്യത, വാക്കുതർക്കങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ തീരുമാനിച്ചു തന്നെ മുൻപോട്ട് പോവുക. എടുത്തു ചാടി ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിമിത്തം ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് വരുന്ന വാരം വളരെ അനുകൂലമായിരിക്കും. ഔദ്യോഗികപരമായി വളരെ സമാധാനപരമായിട്ടുള്ള വാരം. കാര്യങ്ങളെല്ലാം ദൈവാധീനപരമായിട്ട് ചെയ്തു തീർക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. സന്ധ്യാസമയത്ത്, പ്രത്യേകിച്ച് ഓഫീസിലാണെങ്കിൽ പോലും ഒരു 2 മിനിറ്റ് മൗനമായിട്ടിരുന്നൊന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല സമയമാണ്. പാഴ്ചിലവുകൾ കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. പണം കടം കൊടുക്കുന്നത് നിയന്ത്രിക്കേണ്ടതാണ്. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംസാരം, മിതത്വഭാവം അത്യാവശ്യമാണ്. സംസാരത്തിലുള്ള പാളിച്ചകൾ നിമിത്തം ശത്രുസ്ഥാനം കൂടി നിൽക്കാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്താണെങ്കിലും ഔദ്യോഗികപരമായിട്ടാണെങ്കിലും അങ്ങനെ സംസാരത്തിലുള്ള പാളിച്ചകൾ നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, രാക്കുദോഷം പോലുള്ള കാര്യങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിദ്യാർത്ഥികൾക്ക് വരുന്ന വാരം നല്ല ദൈവാധീനം ഉണ്ടാവും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണേലും, അതുപോലെ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പുറത്തേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കാണേലും വരുന്ന വാരം വളരെ അനുകൂലമായിരിക്കും. കൺസ്ട്രക്ഷൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചെറിയ ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന വാരം മീനക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. എന്നാൽ മാർക്കറ്റിംഗ് മേഖലകൾ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അമ്മാവിന്, അതുപോലെ അച്ഛന് ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ മുൻപോട്ട് പോവുക. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ജീവിത പ്രശ്നങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് ഓൺലൈൻ കൺസൾട്ടേഷന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അതുപോലെ അങ്ങനെ ജീവിത ക്ലേശങ്ങൾക്ക് അങ്ങനെ കൂടുതൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്റെ പൂജാ പ്രാർത്ഥനയെ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര്, നക്ഷത്രം, എന്താണ് ബുദ്ധിമുട്ട് അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്. തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.